ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കുടുംബശ്രീ മിഷന് കീഴിൽ വന്നിട്ടുള്ള തൊഴിലവസരമാണ്. ബ്ലോക്ക് കോർഡിനേറ്റർ എന്ന പോസ്റ്റിലേക്ക് നിലവിൽ തിരുവനന്തപുരം, വയനാട്, പത്തനംതിട്ട, കോഴിക്കോട്, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റ് ജില്ലകളിലേക്കും വൈകാതെ ഒഴിവ് വരാൻ സാധ്യതയുണ്ട്. ആദ്യം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയാം. തിരുവനന്തപുരം ജില്ലയിൽ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് കോർഡിനേറ്ററിനെ തിരഞ്ഞെടുക്കുന്നത്. നിലവിൽ 2 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അഗ്രികൾച്ചർ ഓർ ലൈവ് സ്റ്റോക്ക് പഠിച്ചിരിക്കണം. അതെ, ആപ്ലിക്കൻ്റ് കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി 35 വയസ്സാണ്. 30/6/2024 35 വയസ്സ് കവിയാൻ പാടില്ല. ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 20,000 രൂപയാണ്. അപേക്ഷ ഓഫ്ലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫോം കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷാ ഫോം പൂരിപ്പിക്കാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് 20/12/2024 വൈകുന്നേരം 5 മണി വരെയാണ്. ഭാഗികമായി പൂരിപ്പിച്ചതോ അവ്യക്തമായി പൂരിപ്പിച്ച അപേക്ഷകളോ സ്വീകരിക്കുന്നതല്ല. പരീക്ഷാ ഫീസ് ഉണ്ട്. പരീക്ഷാ ഫീസായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ തിരുവനന്തപുരം ജില്ലയുടെ പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം തന്നെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും, അയൽക്കൂട്ട അംഗം ഓർ കുടുംബാംഗം ഓർ ഓക്സിലറി ഗ്രൂപ്പ് അംഗമാണെന്ന് തെളിയിക്കുന്നതിനും വെയിറ്റേജ് മാർക്കിന് അർഹതപ്പെട്ട അപേക്ഷയാണെന്നതിനും CDSന്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതുണ്ട്. യാതൊരു കാരണവശാലും അസൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഇതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിലായി കുടുംബശ്രീ BC2 ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. അപേക്ഷ അയക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ്, പട്ടം, തിരുവനന്തപുരം 695004. ഫോൺ നമ്പർ 047124475552. നേരിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാമെന്നുള്ളവർക്ക് നേരിട്ട് കൊണ്ടുപോയാണെങ്കിലും ഈ ഒരു അപേക്ഷാ ഫോം അവിടെ കൊടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല, ഓഫ്ലൈനായി തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അടുത്തതായി വയനാട് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസീസ് നോക്കാം. വയനാട് ജില്ലയിലെ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ട് പദ്ധതി നിർവഹണത്തിനായിട്ടാണ് ബ്ലോക്ക് കോർഡിനേറ്റർമാരെ തിരഞ്ഞെടുക്കുന്നത്. BC3 തസ്തികയുടെ പേര് ബ്ലോക്ക് കോർഡിനേറ്റർ MIS എന്നാണ്. ഒഴിവുകളുടെ എണ്ണം ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ബിരുദമുണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ബിരുദമുണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം. അതായത് MS Word, Excel എന്നിവ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിവുണ്ടായിരിക്കണം. വനിതകൾക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി 35 വയസ്സ് കവിയാൻ പാടില്ല. ഇതിലേക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 15,000 രൂപയായിരിക്കും. 1 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ്. തിരഞ്ഞെടുക്കുന്നത് എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും വെയിറ്റേജിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. അപേക്ഷിക്കുന്ന ബ്ലോക്കിലെ സ്ഥിര താമസക്കാർ, തൊട്ടടുത്ത ബ്ലോക്കിൽ താമസിക്കുന്നവർ, ജില്ലയിൽ താമസിക്കുന്നവർ എന്നിവർക്കായിരിക്കും മുൻഗണന ലഭിക്കുന്നത്. കുടുംബശ്രീ അംഗം ഓർ കുടുംബാംഗം ഓർ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളായിരിക്കണം. ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവരാണെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം വന്നേക്കാം. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ട് ഒഴിവുകളുടെ എണ്ണം മെൻഷൻ ചെയ്തിട്ടില്ലാത്തത്. അപേക്ഷാ ഫോം കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. ഭാഗികമായി പൂരിപ്പിച്ചതോ അവ്യക്തമായതോ ആയ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. പരീക്ഷാ ഫീസ് ഉണ്ട്. 200 രൂപയാണ് പരീക്ഷാ ഫീസ്. ജില്ലാ മിഷൻ കോർഡിനേറ്റർ വയനാട് ജില്ലയുടെ പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റാണ് അപേക്ഷയോടൊപ്പം നൽകേണ്ടത്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഫോട്ടോ അടങ്ങിയ ID പ്രൂഫ് എന്നിവയുടെ
സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പീസ് വെച്ചിട്ടുണ്ടാവണം. കൂടാതെ അയൽക്കൂട്ട അംഗം, കുടുംബാംഗം, ഓക്സിലറി ഗ്രൂപ്പ് അംഗമാണെന്നതിനും വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതിന് അർഹതപ്പെട്ട അപേക്ഷ ആണെന്നതിനും തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള CDSന്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഈ അപേക്ഷയോടൊപ്പം തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. യാതൊരു കാരണവശാലും നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ നിങ്ങൾ കൃത്യമായി കുടുംബശ്രീ BC3 ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് മെൻഷൻ ചെയ്തിരിക്കണം, എഴുതിയിരിക്കണം. അപേക്ഷ അയക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ, 2ാം നില, പോപ്പുലർ ബിൽഡിംഗ്, സിവിൽ സ്റ്റേഷൻ എതിർവശം, കൽപ്പറ്റ നോർത്ത് 673122. ടെലിഫോൺ നമ്പറും ഇവിടെ തന്നിട്ടുണ്ട്, 04936206589. ഒരു ഫോൺ നമ്പർ കൂടി തന്നിട്ടുണ്ട്, 04936299370. നേരിട്ട് കൊണ്ടുപോയി അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഓഫ്ലൈനായിട്ട് മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ. അടുത്തതായി പത്തനംതിട്ട ജില്ലാ മിഷന് കീഴിൽ വന്നിട്ടുള്ള വേക്കൻസീസ് നോക്കാം. ബ്ലോക്ക് കോർഡിനേറ്റർ ഫാം ലൈവ്ലിഹുഡ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നിലവിൽ 2 ഒഴിവുകളാണ് ഉള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ യോഗ്യത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അഗ്രികൾച്ചർ ഓർ ലൈഫ് സ്റ്റോക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ആപ്ലിക്കൻ്റ് കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. പ്രായപരിധി വരുന്നത് 35 വയസ്സാണ്. 35 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 20,000 രൂപയാണ്. അപേക്ഷകർ യോഗ്യത തെളിയിക്കുന്ന സാക്ഷ്യപത്രം, പ്രായം, ഫോട്ടോ അടങ്ങിയ മേൽവിലാസ രേഖ, പ്രവൃത്തി പരിചയം, കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും CDS സാക്ഷ്യപത്രവും അപേക്ഷാ ഫീസ് ഇനത്തിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പത്തനംതിട്ട എന്ന പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം നിശ്ചിത ഫോർമാറ്റിലുള്ള അപേക്ഷകൾ ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ, 3ാം നില, കളക്ട്രേറ്റ് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. അപേക്ഷാ ഫോമും മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം 20-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുന്നേ ആയിട്ട് തന്നെ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യണം. ഫോൺ നമ്പർ 0468221807. നേരിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നേരിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുക. അടുത്തതായി കുടുംബശ്രീ മിഷൻ്റെ കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസീസ് നോക്കാം. കോഴിക്കോട് ജില്ലയിൽ ബ്ലോക്ക് കോർഡിനേറ്റർ നോൺ ഫാം LH SIST DDU GKY കോഡ് BC1ലേക്ക് 6 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്കുള്ള യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദമാണ് വേണ്ടത്. പ്രതിമാസ ശമ്പളം 20,000 രൂപയാണ് ഈ പോസ്റ്റിന് ലഭിക്കുന്നത്. അപേക്ഷകർ കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. 30/6/2024 35 വയസ്സ് കവിയാനും പാടില്ല. അടുത്തൊരു വേക്കൻസി ഇവിടെ വന്നിട്ടുള്ളത് ബ്ലോക്ക് കോർഡിനേറ്റർ IBCB FIMIS കോഡ് BC3 ആണ്. ഇതിലേക്കുള്ള ഒഴിവുകളുടെ എണ്ണം കൃത്യമായി മെൻഷൻ ചെയ്തിട്ടില്ല, പ്രതീക്ഷിത ഒഴിവുകളെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ആപ്ലിക്കൻ്റ് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ചും MS Word, MS Excel എന്നിവ കൈകാര്യം ചെയ്യാൻ അറിവുണ്ടായിരിക്കണം. വനിതകൾ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 15,000 രൂപയാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. അപേക്ഷകർക്ക് 30/6/2024 35 വയസ്സ് കവിയാൻ പാടില്ല. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഫോം കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അയൽക്കൂട്ട അംഗം ഓർ കുടുംബാംഗം ഓർ ഓക്സിലറി ഗ്രൂപ്പ് അംഗമാണെന്നതിനും വെയിറ്റേജ് മാർക്കിന് അർഹതപ്പെട്ടവരാണെന്നും തെളിയിക്കുന്നതിനുള്ള CDSന്റെ സാക്ഷ്യപത്രവും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്.
ഉള്ളടക്കം ചെയ്യുക എന്ന് വെച്ചാൽ അപേക്ഷയോടൊപ്പം ഈ പറഞ്ഞ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൂടി നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ഇതിനോടൊപ്പം തന്നെ പരീക്ഷാ ഫീസായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ കോഴിക്കോട് എന്ന പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റും അപേക്ഷയോടൊപ്പം തന്നെ വയ്ക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിലായി കുടുംബശ്രീ BC1 ഓർ BC3 ഏതൊഴിവിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ഒഴിവിലേക്കുള്ള അപേക്ഷ എന്നവിടെ രേഖപ്പെടുത്തണം. ഓരോ കോഡിലുമുള്ള തസ്തികകൾക്ക് പ്രത്യേകമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 2 പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ 2 ആപ്ലിക്കേഷൻ അയക്കണം. അതേപോലെ തന്നെ DDയും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ 2 എണ്ണം എടുക്കേണ്ടി വരും. അപേക്ഷകൾ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം 20-ാം തീയതി വൈകിട്ട് 5 മണി വരെ ആയിരിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ D ബ്ലോക്ക് 2-ാം നില കളക്ട്രേറ്റ് സിവിൽ സ്റ്റേഷൻ PO കോഴിക്കോട് 673 020. നേരിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അപേക്ഷ നേരിട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ ഓഫ്ലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അടുത്തതായി കോട്ടയം ജില്ലയിൽ വന്നിട്ടുള്ള കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ വേക്കൻസീസ് നോക്കാം. ബ്ലോക്ക് കോർഡിനേറ്റർ ഫാം ലൈവ്ലിഹുഡ് പോസ്റ്റിലേക്ക് 2 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഗ്രികൾച്ചർ ഓർ ലൈഫ് സ്റ്റോക്ക്. കൂടാതെ ആപ്ലിക്കൻ്റ് കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി 35 വയസ്സാണ്. ഇതിന് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 20,000 രൂപയാണ്. 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം വരുന്നത്. തിരഞ്ഞെടുക്കുന്നത് എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും വെയിറ്റേജിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. അപേക്ഷിക്കുന്ന ബ്ലോക്കിലെ സ്ഥിരതാമസക്കാർ, തൊട്ടടുത്ത ബ്ലോക്കിൽ താമസിക്കുന്നവർ, ജില്ലയിൽ താമസിക്കുന്നവർ എന്നിവർക്കാണ് മുൻഗണന ലഭിക്കുന്നത്. കുടുംബശ്രീ അംഗം, കുടുംബാംഗം, ഓക്സിലറി ഗ്രൂപ്പ് അംഗം എന്നിവർക്ക് മാത്രമേ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിൽ അപേക്ഷിക്കുവാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായേക്കാം. നിലവിൽ 2 ഒഴിവുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായേക്കാം. അപേക്ഷ സമർപ്പിക്കുന്നതിനായി അപേക്ഷാ ഫോം കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. അപേക്ഷാ ഫോമിൽ തെറ്റുകളൊന്നും കൂടാതെ തന്നെ വേണം സബ്മിറ്റ് ചെയ്യാൻ. തെറ്റുകൾ ഉണ്ടെങ്കിൽ അപേക്ഷാ ഫോം നിരസിക്കുന്നതായിരിക്കും. പരീക്ഷാ ഫീസായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ കോട്ടയം ജില്ലയുടെ പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. പൂരിപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെയും ഫോട്ടോ അടങ്ങിയ ID പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അയൽക്കൂട്ട അംഗം ഓർ കുടുംബാംഗം ഓർ ഓക്സിലറി ഗ്രൂപ്പ് അംഗമാണെന്നതിനും വെയിറ്റേജ് മാർക്കിന് അർഹതപ്പെട്ടവരാണെന്നും തെളിയിക്കുന്നതിനുള്ള CDSന്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. യാതൊരു കാരണവശാലും അസൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിലായി കുടുംബശ്രീ BC2 ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. അപേക്ഷ അയക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ 2-ാം നില ജില്ലാ പഞ്ചായത്ത് ഭവൻ സിവിൽ സ്റ്റേഷൻ PO കോട്ടയം. അപേക്ഷ നേരിട്ട് കൊണ്ടുപോയി സമർപ്പിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഓഫ്ലൈനായി മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. അടുത്തതായി ഇടുക്കി ജില്ലാ മിഷന് കീഴിൽ വന്നിട്ടുള്ള വേക്കൻസീസ് നോക്കാം. ഇടുക്കി ജില്ലയിലെ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളിൽ ബ്ലോക്ക് തല നിർവഹണത്തിനായി ബ്ലോക്ക് കോർഡിനേറ്റർമാരെ തിരഞ്ഞെടുക്കുന്നു. നിലവിൽ 2 ഒഴിവുകളാണുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത ബിരുദമുണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം, അതായത് MS വേഡിലും എക്സലിലും നല്ല അറിവുണ്ടായിരിക്കണം. വനിതകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ പോസ്റ്റിന് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 15,000 രൂപയാണ്. 1 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ്. തിരഞ്ഞെടുക്കുന്നത് എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും വെയിറ്റേജിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. അപേക്ഷകർ ബ്ലോക്കിലെ സ്ഥിരതാമസക്കാർ, തൊട്ടടുത്ത ബ്ലോക്കിൽ താമസിക്കുന്നവർ ഓർ ജില്ലയിൽ താമസിക്കുന്നവരായിരിക്കണം. ഇവർക്കാണ് മുൻഗണന ലഭിക്കുന്നത്.
ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം വന്നേക്കാം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അപേക്ഷാ ഫോം കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം 20 വൈകുന്നേരം 5 മണി വരെയാണ്. ഭാഗികമായി പൂരിപ്പിച്ചതോ അവ്യക്തമായതോ ആയ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. പരീക്ഷാ ഫീസായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇടുക്കി ജില്ലയുടെ പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റും അപേക്ഷയോടൊപ്പം തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അയൽക്കൂട്ട അംഗം ഓർ കുടുംബാംഗം ഓർ ഓക്സിലറി ഗ്രൂപ്പ് അംഗം ആണെന്നതിനും വെയിറ്റേജ് മാർക്കിന് അർഹതപ്പെട്ട അപേക്ഷക ആണെന്നതിനും CDSന്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ഇത്രയും ഡോക്യുമെന്റ്സ് പിൻ ചെയ്ത് വേണം അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ. യാതൊരു കാരണവശാലും അസൽ സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ കുടുംബശ്രീ BC3 ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. അപേക്ഷ അയക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ഇടുക്കി ജില്ല, സിവിൽ സ്റ്റേഷൻ പൈനാവ് PO ഇടുക്കി, പിൻകോഡ് 685603, ടെലിഫോൺ നമ്പർ 04862232223. ഓരോ ജില്ലകളിലേക്കുമുള്ള ബ്ലോക്ക് കോർഡിനേറ്റർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ, ആപ്ലിക്കേഷൻ ഫോം, എക്സാം സിലബസ്, മറ്റ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.